ശ്രീ പരമേശ്വരിയേ നമഃ. ലോകഭൂപടത്തിൽ മലബാറിനെ അടയാളപ്പെടുത്തുന്നത് തെയ്യവിശേഷം കൊണ്ടാണ്. അതായത് ദേവതമാരുടെ കോലം അവതരിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് മലബാറിലെ പ്രമുഖ രാജാക്കന്മാർക്ക് കോലത്തെരി എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും അനുഷ്ഠാന കല എന്ന നിലയ്ക്ക് തെയ്യത്തിൻ്റെ സവിശേഷത സംക്ഷിപ്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഗ്രീക്ക് പുരാണത്തിലൊരു കഥയുണ്ട്. അതായത് ഒരു ദേവൻ്റെ പേര് ഓർമ്മയില്ല, വെള്ളത്തിൽ സ്വന്തം നിഴൽ കണ്ടിട്ട് സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നുപോയി എന്ന്. എല്ലാ ദേവന്മാരായാലും ശരി മനുഷ്യന്മാരായാലും ശരി എല്ലാവരും സ്വന്തം ശരീര സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ തൽപരരാണ്. നാം എത്ര തന്നെ വിരസമായ അന്തരീക്ഷത്തിലായിരുന്നാലും ശരി, ഒരു കണ്ണാടി മുമ്പിലുണ്ടെങ്കിൽ ആ വിരസതയൊക്കെ മാറും. സ്വന്തം ശരീര സൗന്ദര്യമാണോ വിരൂപമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അത് കണ്ട് ആസ്വദിച്ച് നിൽക്കും. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന അവസരത്തിൽ അവിടെ സ്റ്റാഫ് റൂമിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അത് ഞാനൊരു പേരിട്ടു, സൗന്ദര്യമാവിനി എന്നാണ് ഞാൻ പേരിട്ടത്. സൗന്ദര്യത്തെ അളക്കുന്നത്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, അങ്ങനെയാണ് വിരൂപന്മാർക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. വൈരൂപ്യമാവിനിയാവുമെന്ന് ഇല്ല, തെർമോമീറ്റർ കൊണ്ടാണ് ചൂടും തണുപ്പും അളക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ഉപകരണം മതി. അതുകൊണ്ട് സൗന്ദര്യമാവിനി എന്നാണ് അതിന് പേരിട്ടത്. എന്തായിരുന്നാലും സ്വന്തം രൂപം കാണുവാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ദേവന്മാരും അതുപോലെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. എപ്പോഴും കൽപ്പനയിൽ പറയുന്നത് എൻ്റെ കോലം എനിക്ക് കാണണം എന്നാണ് പറയുക. അങ്ങനെ ദേവന്മാരുടെ രൂപം കാണിച്ചു കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ ഈ തെയ്യം കലയിലൂടെ ചെയ്യുന്നത്. ഈ തെയ്യക്കോലങ്ങളുടെ രൂപങ്ങളൊക്കെ ആവിഷ്കരിച്ചത് മണക്കാടൻ ഗുരുക്കളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. എന്തായിരുന്നാലും തെയ്യൻ കലാകാരന്മാരുടെ പൂർവികന്മാരിൽ ആർക്കോ ഒരാൾക്ക് അതാത് ദേവൻ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു എന്നും അതനുസരിച്ചാണ് പിന്നെ അനന്തര തലമുറ കോലം കെട്ടി ആടുന്നത് എന്നുമാണ് വിവക്ഷ. എന്തായിരുന്നാലും ഈ തെയ്യം എന്നുള്ളതിൻ്റെ സവിശേഷത വളരെ വിപുലമാണ്. അതായത് മനുഷ്യൻ സ്വയം ദൈവമായിത്തീരുന്നതാണ് അതിൽ. തെയ്യമെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവമെന്നാണ്. മനുഷ്യൻ സ്വയം ദൈവമായിത്തീരുകയാണ്. അതേവരെ തമ്പുരാന്മാരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന ആളായിരിക്കാം കോലം കെട്ടി വരുന്ന അവസരത്തിൽ തമ്പുരാൻ അദ്ദേഹത്തിന് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ദൈവമാണത്. അതുകൊണ്ടാണ് ദൈവികത കടന്നു കയറുന്നു. അതുകൊണ്ടാണ് എല്ലാവരും തെയ്യക്കോലങ്ങളെ ആദരിക്കുന്നത്. കണ്ണൂർ അതേപോലെ തന്നെ ഈ വടകര ഭാഗത്തും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ തിറ വെള്ളാട്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. തിറയും വെള്ളാട്ടും
വെള്ളാട്ട് എന്ന് പറഞ്ഞാൽ വെള്ള ആട്ടമാണ്. അത് സൗമ്യമായ നൃത്തം. ദേവതയുടെ സൗമ്യമായ രൂപമാണ് അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അതിന് ഇളങ്കോലം എന്ന് പറയും, പെൺകോലം എന്നും പറയും. സ്ത്രൈണഭാവത്തിലായിരിക്കും അതുണ്ടാവുക. ഒരുപക്ഷെ പുരുഷദേവനാണെങ്കിലും വെള്ളാട്ട് സ്ത്രൈണ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിന് ഇളങ്കോലമെന്നും പറയും. തിറ എന്ന് പറഞ്ഞാൽ ഉഗ്രഭാവമാണ്. സൗന്ദര്യത്തിൻ്റെ ഉഗ്രഭാവം അവിടെ കാണിക്കാൻ കഴിയും. അത് സൗന്ദര്യപ്രകർഷമാണ് തിറ. അതുകൊണ്ടാക്കിയ എഴുത്തച്ഛൻ എഴുതിയത് നെറുകയിൽ ചാർത്തി തിറാമൊടു കെട്ടിയെന്ന്. അവിടെ തിറമെന്നൊരു വാക്കുണ്ട്. അപ്പോൾ സൗന്ദര്യപ്രകർഷമാണ് അവിടെ ഉള്ളത്. ഇനി അത് കേൾക്കുന്നവർ ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായിരുന്നാലും ഇതൊരു കലാരൂപമാണ്. 64 കലകളിൽ വളരെ വിശേഷപ്പെട്ടതാണ് അഭിനയകല. അഭിനയകലയെ ഭരതമുനി രൂപകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദശരൂപകങ്ങളുണ്ട്. അതിലൊന്നാണ് നാടകം. നാടകമത ത്രോടകം ബാണവ്യായോഗ സമവകാരഡിമ ഈഹാമൃഗ അംഗവിദ്യു പ്രഹസനമിതി രൂപകാണി ദശ എന്നാണ്. ആ ദശരൂപകങ്ങളിൽ നാടകത്തിനാണ് പ്രാധാന്യം. ഈ തിറയും വെള്ളാട്ടമൊന്നും ഈ രൂപത്തിൽ പെട്ടതല്ലെങ്കിലും രൂപങ്ങളിൽ പെട്ടതല്ല. എന്നിരുന്നാലും അതിൻ്റേതായ ഭാവങ്ങൾ തിറയും വെള്ളാട്ടം ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ചതുർവിധ അഭിനയങ്ങളാണ് അവിടെ ഉള്ളത്. ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം. ഇതാണ് ചതുർവിധ അഭിനയങ്ങൾ. ആംഗികം എന്ന് പറഞ്ഞാൽ മുദ്രാപ്രകടനമാണ്. കൈകൊണ്ടും മുഖം കൊണ്ടും പുരികം കൊണ്ടും കാലുകൊണ്ടും ഒക്കെ തന്നെ കാണിക്കുന്ന വിവിധ അഭിനയങ്ങളാണ് ആംഗികം. വാചികമെന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ സ്വരം അനുകരിക്കുകയാണ്. കഥാപാത്രം എന്താണോ പറയുന്നത് അത് അനുകരിക്കുന്നു. അതാണ് വാചികം. ആഹാര്യമെന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ വേഷവിധാനങ്ങളാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ശ്രീരാമൻ്റെ വേഷം കിട്ടണമെങ്കിൽ ഇന്ന് പേൻസും ഷർട്ടൊന്നും ഇട്ടാൽ ശ്രീരാമൻ്റെ വേഷമാവില്ല. അതിനനുസരിച്ചുള്ളതായ നാം ചിത്രത്തിൽ കാണുന്നതായ അതിനനുസരിച്ചതായ വേഷം വേണം. അതാണ് വേഷവിധാനമാണ് ആഹാര്യം എന്ന് പറയുന്നത്. സാത്വികമെന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ ഭാവത്തെ ഉൾക്കൊള്ളുകയാണ്. ആണ് സാത്വികം. സത്വമായി തീരുക. കഥാപാത്രം എന്ത് ഭാവം ഉൾക്കൊള്ളുന്ന ആ ഭാവത്തെ നടൻ സ്വന്തമായിട്ട് ഉൾക്കൊള്ളണം. ഈ 4 അഭിനയങ്ങളും തെയ്യത്തിലുണ്ട്. ആംഗികമുണ്ട്, വാചികമുണ്ട്. തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൊഴികളുണ്ടാകും, കൽപ്പനകളുണ്ടാകും. അതാണ് വാചിക അഭിനയം. അത് ദേവൻ പറയുന്നതൊക്കെ തന്നെ തെയ്യവും പറയും. വാചിക അഭിനയമാണത്. ആഹാരം എന്ന് പറഞ്ഞാൽ വേഷവിധാനമാണ്. ദേവൻ്റെ വേഷമെന്തോ അത് കോലക്കാരൻ കെട്ടുന്നു. സാത്വികം ആ ദൈവത്തിൻ്റെ ഭാവം അങ്ങനെ അതേപോലെ തന്നെ ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. ആവാഹിച്ചുകൊണ്ടാണ് സ്വയം ആവാഹിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില തെയ്യങ്ങൾ കിട്ടുന്ന അവസരത്തിൽ കോലക്കാരൻ മുന്നിൽ കണ്ണാടി വെക്കും. കണ്ണാടി വെച്ചിട്ട് പിറകെ നിന്ന് തോറ്റവും ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടിച്ചാത്തൻ്റെത് പിറകെ തോറ്റവും പാടി കണ്ണാടിയിൽ സ്വന്തം രൂപം കാണുമ്പോൾ ഇത് ഞാനല്ല എന്നുള്ള ഒരു ബോധ്യം ആ തെയ്യക്കാരനുണ്ടായിരിക്കും. കാരണം തൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറിയിരിക്കുന്നു.
അപ്പോൾ ആ ദേവതയുടെ ഭാവം സ്വയം ഉൾക്കൊള്ളുന്നുണ്ട്. അതാണ് സാത്വികം എന്ന് പറയുന്നത്. ഈ ചതുർവിധ അഭിനയങ്ങളും ചേർന്നൊരു കലാരൂപമാണ് വാസ്തവത്തിൽ തെയ്യമെന്നുള്ളത്. അതിലാവട്ടെ ഒരു കലാഭാവം എന്നതിലുപരി ഒരു അനുഷ്ഠാനമായി തീരുന്നു. അനുഷ്ഠാനമാകുമ്പോൾ ആ ദേവതയെ തന്നിലേക്ക് ആവാഹിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ ഒരു ചടങ്ങാണ് വീർത്തെടുക്കുക എന്ന് പറയും. കണ്ണൂരിൽ വീർത്തെടുക്കുക എന്ന് പറയുമെങ്കിലും എൻ്റെ പ്രദേശത്ത് മീർത്തെടുക്കുക എന്ന് പറയുക. മീത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. സംവൃത ഉകാരമാണത്. മൂത്തല്ല, അത് ചന്ദ്രകലയിടില്ല. അങ്ങനെ സംവൃത ഉകാരത്തിൻ്റെ ദീർഘമാണ് മീത്ത് എന്നുള്ളത്. അതൊരു അമൃത് എന്ന വാക്ക് ലോപിച്ചതായിരിക്കണം മീത്ത്. അത് മീത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മദ്യം കൊടുക്കുകയാണ് ദേവന്. ഒരു കലശത്തിൽ മദ്യം എടുത്ത് കൊടുക്കും. അതിന് വെറുതെ കൊടുക്കുക, അതിനും അതിൻ്റേതായ ചടങ്ങുകളുണ്ട്, അതിനും വിശേഷപ്പെട്ട ചില നൃത്തങ്ങളുണ്ട്. അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ശരിയായിട്ട് ഒരു നൃത്തവിശേഷമാണ് തെയ്യം. അത് ഈ നാല് ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നൃത്തം. അതിലുപരിയായിട്ട് ഒരു ദൈവിക പരിവേഷവും തെയ്യത്തിന് കൈവന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ മലബാറിലെ മിക്ക ക്ഷേത്രങ്ങളിലും, കാവുകളിൽ മാത്രമല്ല ക്ഷേത്രങ്ങളിലും തെയ്യമാടുന്നുണ്ട്. ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാചരണമായി തീർന്നിരിക്കുന്നു. ആ തെയ്യം കാണുന്ന അവസരത്തിൽ ആ തത്വം മനസ്സിലാക്കിക്കൊണ്ട് സമീപിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു.